സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങൾക്ക് വർണ്ണാതുരത പകരുക എന്ന ലക്ഷ്യത്തോടുകൂടി ലക്ഷ്മി ഇവന്റ്സ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം എളനാടിന്റെ ഹൃദയഭാഗത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമയുടെ മകൻ അനന്തു സനൽ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ KSHOGയുടെ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പാലക്കാട് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ആലത്തൂർ മേഖലാ കമ്മിറ്റി അംഗവുമായ ഇസ്മായിൽ രാഗം, എളനാട് വ്യാപാരി ഏകോപന സമിതി സെക്രട്ടറി സുരേഷ്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി പോപ്പുലർ ഷിബു, തൃശൂർ ജില്ലാ വടക്കാഞ്ചേരി യൂണിറ്റ് KSHOGയുടെ പ്രസിഡന്റ് ക്ലാസിക് ബാബു, തൃശൂർ ജില്ലാ വടക്കാഞ്ചേരി യൂണിറ്റ് KSHOGയുടെ സെക്രട്ടറി CKM ഷംസുദ്ദീൻ, ട്രഷറർ ശ്രേയസ് മണികണ്ഠൻ, പാണഞ്ചേരി അപ്ഡേഷൻ വാർത്താ ചാനൽ സ്ഥാപകനും വാണിയമ്പാറ ശ്രീനാരായണ ഗുരു ഭക്ത സമാജം സെക്രട്ടറിയുമായ രാഹുൽ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2 മാസത്തിനുള്ളിൽ കല്യാണം ബുക്ക് ചെയ്യുന്ന കപ്പിളിന് ഫ്രീ ഹണിമൂൺ ട്രിപ്പും ഓഫറും നൽകുന്നുണ്ട്. 4 വർഷമായി ലക്ഷ്മി ഇവന്റ്സിനൊപ്പം സേവനമനുഷ്ഠിച്ച ജീവനക്കാരൻ പ്രശാന്തിന് ഗൃഹനിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം ചടങ്ങിൽ കൈമാറി. ഉദ്ഘാടന ദിവസം നടത്തിയ ഗിഫ്റ്റ് കൂപ്പൺ നറുക്കെടുപ്പിൽ 25 പ്രോത്സാഹന സമ്മാനവും മെഗാ പ്രൈസായി ഫ്രിഡ്ജും സമ്മാന വിതരണവും നടന്നു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ നിജാസ് സനൽ, കുടുംബാംഗങ്ങൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മോടൊപ്പം മറ്റു പല തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ KSHOGയുടെ മുൻ അംഗമാണ് ശ്രീമാൻ രാഗത്തിലെ ഇസ്മയിലിക്ക, അതേപോലെ തന്നെ നമ്മുടെ ചേലക്കരയിൽ നിന്ന് ക്ലാസിക് ബാബുവേട്ടൻ, അതേപോലെ വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ, അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും പ്രത്യേകം സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നിങ്ങളെല്ലാവരും എത്തിയല്ലോ എന്നുള്ള ഒരു കൃതാർത്ഥത ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, കുറേ പേര് എത്താത്തതിൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ചു പറയുകയുണ്ടായി. അതിലൊരു സന്തോഷം. ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള അതേ പിന്തുണയും സ്നേഹവും സഹകരണവും ഞാൻ തുടർന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. പറഞ്ഞ ശേഷം ഈ ആശംസ നേടാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിലേക്കാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നിരപരാധികളായ ആൾക്കാർക്ക് കൊലപ്പെടുത്തിയ ശത്രു രാജ്യത്തിന് നല്ല പാഠം കൊടുത്തുകൊണ്ട് അന്ന് ഈ മിലിറ്ററി ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത 2 യുവതികളാണെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നോക്കിയത് രാജ്യത്ത് വ്യവസായ രംഗത്തും മാത്രമല്ല തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ കച്ചവട രംഗത്തും വളരെയേറെ ഉത്തരവാദിത്തത്തോടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അവർക്ക് നമ്മൾ ഇന്ന് എന്ത് ഉത്തരവാദിത്വം നമുക്ക് അവരെ ഏൽപ്പിക്കാം. അവരെ നല്ല നിലയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് വനിതകൾ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള എല്ലാ രംഗത്തും നിങ്ങൾ നോക്കി നമ്മൾ സംസ്ഥാനത്ത് കളക്ടർമാരെ നോക്കുകയാണെങ്കിൽ ഇന്ന് സ്ത്രീകൾ കൂടുതലാണെന്നുള്ള കാര്യം വളരെ അഭിമാനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനം, ഈ ലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ നിതില സനൽ ഞങ്ങളുടെ പന്തൽ അസോസിയേഷനിലെ ആലത്തൂർ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റായി ഞങ്ങൾ തെരഞ്ഞെടുത്തു. അവർ ആദ്യം തെരഞ്ഞെടുത്തപ്പോഴും അവരുടെ ശക്തമായ പ്രവർത്തനം അവർ കാഴ്ചവെച്ചു. ആ സംഘടനയെ അവർ നല്ല നിലയ്ക്ക് കൊണ്ടുപോയി. അതിന്റെ ഭാഗമായിട്ടാണ് കേരള പന്തൽ ഫുഡ്സ് ഓണർ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് അവരുടെ രണ്ടാം വട്ടവും ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല കാഴ്ചപ്പാടും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വനിതയാണ് ലക്ഷ്മി സനൽ എന്നുള്ള കാര്യം, അമിത സനൽ എന്ന് പറയുന്നത് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രദേശത്ത് വിവാഹ സംസ്കാരങ്ങളും മറ്റുള്ള ആഘോഷ പരിപാടികളും അത് അടിപൊളിയാക്കാൻ അത് വളരെ നല്ല രീതിയിൽ ഉത്തരവാദിത്തോടുകൂടി ചെയ്യാൻ കഴിവുള്ള ഒരു വനിതയാണ് നിതില സനൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേടാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ അവരൊരു വനിത എന്നുള്ള നിലയ്ക്ക് അവഗണിക്കാതെ അവർക്ക് കല്യാണ പരിപാടികളും വിവാഹ സംസ്കാരങ്ങളും മറ്റുള്ള ആഘോഷ ഉത്തരവാദിത്തങ്ങളും അവിടെ നിന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി
ആ പരിപാടി അവർ നടത്തുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ ഐശ്വര്യം ഉണ്ടാകണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അതിന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ജയ് KSTO. കുറെ കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ഓഫീസ് ഇപ്പോൾ ഇളനാട് മേഖലയ്ക്കകത്ത് തുടങ്ങി എന്ന് മാത്രമുള്ളൂ. മിക്കവാറും കല്യാണങ്ങൾക്കെല്ലാം തന്നെ ലക്ഷ്മി ഇവന്റിന്റെ പേരാണ് ഇവിടെ മണ്ഡപത്തിൽ കാണാറുള്ളത്. ഒരു സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളത് വളരെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസും സ്ഥാപനവും ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷെ ഒരു സംരംഭക എന്ന നിലയ്ക്ക് ഒരു വനിതയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ. വനിതകൾ മുന്നോട്ട് വരണമെന്ന് നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനിതാ സംരംഭക ഇങ്ങനെ ഒരു ഇവന്റ്, ലക്ഷ്മി ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം വലിയ രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന് അതിന്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തി. മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ പഴയ ആളുകൾ പറയുന്ന ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി തേങ്ങയൊക്കെ ചെലവി നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്നാൽ ഇന്ന് കുളിച്ച് കുറിയിട്ട് ഡ്രസ്സ് മാറി നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇരിക്കുന്ന ആള് ചെയ്യും. നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ച് പൈസ കൊടുത്താൽ മതി. പന്തലിന്റെ ആളത് അവിടെ ഇരിക്കുന്നു, പന്തൽ ചെയ്യും. അപ്പൊ ആളെടുത്ത് എല്ലാ ആളുകളുമുണ്ട്. ഫുഡ് ഐറ്റംസ് മുതൽ മേക്കപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തി ഉള്ള ആളാണ് ലക്ഷ്മി ഇവന്റിന്റെ ഓണർ. എന്തുകൊണ്ടും ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയോടെ എനിക്ക് പറയാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഗ്രോത്തിങ് ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഇവന്റുകളും ഇതുപോലുള്ള പരിപാടികളും എല്ലാത്തിനും സംഘടന ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഞങ്ങളെ ക്ഷണിച്ചതിൽ ഇതിന്റെ മാനേജ്മെന്റിന് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിലേ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. ഈ സ്ഥാപനത്തിന് കേരള വ്യാപാരി വ്യവസായി സമിതി ഇളനാട് യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി. ലക്ഷ്മി ഇവന്റ്സ് എന്ന ഒരു ഇവന്റ് സ്ഥാപനം ഇന്നിവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ എല്ലാ ആഘോഷങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ഇന്ന് ഈ കാലത്ത് ഇവന്റ് മാനേജ്മെൻറ്റുകളുടെ പങ്കാളിത്തം കൂടാതെ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഈ മേഖലയിൽ വളരെ കുടമത്സരങ്ങൾക്കിടയിലാണ് ഈ ലക്ഷ്മി ഇവന്റ്സ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഈ മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ ഔപചാരികമായി ഓഫീസ് തുറന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും വളരെ ഭംഗിയായിട്ടുള്ള തങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ വിജയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷ്മി ഇവന്റ്സ് ജനമനസ്സുകളിൽ നേടിയിട്ടുള്ള സ്ഥാനം അവർക്ക് വരും കാലങ്ങളിലും വളരെ ഉന്നതിയിലെത്താൻ മുതൽക്കൂട്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ സ്ഥാപനം ഇവിടെ ഇനിയും ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടി അതിൻ്റെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ നാട്ടുകാരുടെയും ജനങ്ങളുടെയും പക്കൽ നിന്നും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും അതിൻ്റെ ഉടമസ്ഥൻ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും മറ്റ് വളരെ ഉന്നതിയിലെത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് KSGOA തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KSHOGA ചിലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ക്ലാസിക് ബാബുവേട്ടനെ ഇത്രയും സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
സനലേട്ടൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. സനലേട്ടനും ഫാമിലിക്കും ഫയർവർക്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബാബുട്ട. ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. എത്രയും സ്നേഹത്തോടെ ഞാൻ നിജിത ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലക്ഷ്മി ഇവന്റിൻ്റെ ആലത്തൂർ മേഖലയുമായി പ്രവർത്തിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലേക്ക് എളനാടിലേക്ക് എത്തിയ നല്ല രീതിയിൽ ഇന്നൊരു കല്യാണം ഒരുക്കങ്ങൾ ഒരു ചെക്കനും പെണ്ണും തന്നാൽ അതിൻ്റെ ബാക്കിയെല്ലാം ഏറ്റെടുക്കുന്ന നല്ല രീതിയിൽ മംഗല്യം കഴിയുന്ന യാത്ര പറയുന്നത് വരെ എല്ലാം ഇവൻറ്റിൻ്റെ നേർന്നിൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഇവൻ്റ് ലക്ഷ്മി ഇവൻ്റ്. ഇപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്ന് വലിയ മാറ്റങ്ങൾ ഇവിടെ ഇവൻറ്റിൻ്റെ പ്രത്യേകിച്ച് എളനാടിന് മാറ്റം വരുത്താൻ എളനാട് അതേ കുറേയൊക്കെ ഇവൻറ്റ്സുകളൊക്കെ അദ്ദേഹം നടത്തുന്ന ഈവൻറ്റ്സ് തീർച്ചയായും ഞങ്ങളുടെ ചേലക്കര മേഖലയിൽ ഒരു മാറ്റം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ്. അതല്ല, ഇങ്ങനത്തെ ഈ എളനാടിൻ്റെ മണ്ണിൽ ഇങ്ങനെ പ്രൗഢമായ നല്ലൊരു ഇവൻ്റ് ഓഫീസ് അദ്ദേഹത്തിന് ഇങ്ങനെ കഴിഞ്ഞു. അത് നല്ല കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ച് നല്ല രീതിയിൽ അവരുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ സന്തോഷത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് തന്നെ വലിയൊരു അഭിമാനമാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള നല്ലൊരു പരിപാടി തന്നെ മനുഷ്യർക്ക് കൊടുക്കുന്നത് ഇങ്ങനത്തെ പ്രവർത്തനത്തിലൊക്കെ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം. തീർച്ചയായും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കല്യാണമല്ല ഏത് മേഖലകളും ഇതിന് ആവശ്യമായ ഇന്ന് മനുഷ്യനെ എന്തൊക്കെ ജനിച്ചു മുതൽ മരണം വരെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ ഓടിയെത്തുമ്പോൾ കിട്ടാവുന്ന ഇടനാടിൽ കിട്ടാവുന്ന ഒരു ഇവൻ്റായി മാറട്ടെ. ഒരു മനുഷ്യന് ആവശ്യത്തിനൊപ്പം എന്ത് വിഷയമാണെങ്കിലും അതിനൊപ്പം അദ്ദേഹം ഒപ്പം ഉണ്ടാവും എന്ന് ഇത്രകാലം അദ്ദേഹം തെളിയിച്ചതാണ്. തീർച്ചയായും അതിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് ഇന്ന് ഈ സ്ഥാപനവും അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം എല്ലാവർക്കും ഇതിനു വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാമിന് ഞങ്ങളൊക്കെ വിളിച്ച് ഈ സന്തോഷത്തിൽ പങ്കെടുക്കാനും എല്ലാവിധ ആശംസകൾ നൽകുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ കേരള ഫയർവർക്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ചേലക്കര കമ്മിറ്റിയുടെയൊക്കെ എല്ലാവിധ അഭിനന്ദനാശംസകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അഭിവാദനം. താങ്ക് യു ഇക്ക ഫോർ ഈ ഒരു സ്നേഹ ഉപഹാരം കൈമാറുന്നത്. ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഭാഗം തന്നെയാണല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളെ എത്തിക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു എളനാട് ഭാഗത്ത് തീർച്ചയായിട്ടും പാണഞ്ചേരി അപ്ഡേഷൻ എന്ന ഭംഗിയായ ഒരു പേരാണ് ഈ ഒരു ചാനലിന് നമ്മുടെ ഫൗണ്ടർ കൊടുത്തിട്ടുള്ളത്. രാഹുലേട്ടനെ എത്രയും സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ആശംസകൾ പറയുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ തുടങ്ങുന്ന ലക്ഷ്മി ഇവൻ്റ് എന്ന സ്ഥാപനം ഇവരുടെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിത ചേച്ചിയും അതുപോലെ സനലേട്ടനും ഇവരൊരു ടീം വർക്കിൻ്റെ ഒരു വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. എനിക്കൊക്കെ പണ്ട് മുതലേ അറിയാം ഇവരെ ഫാമിലിപരമായിട്ടും ഞങ്ങളുടെ സമാജത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്ന സനലേട്ടന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ ശരിക്കൊരു എളനാട് എന്നൊരു പ്രദേശം ഇതിൻ്റെ ചുറ്റുഭാഗത്ത് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായി വിവിധ ഭാഗങ്ങളിൽ ശരിക്കും ഈ ഇവരുടെ ഇവൻ്റ് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ തുടക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു വലിയൊരു സംവിധാനത്തിൽ ഇവിടെ കടകളും വലിയൊരു എന്താ പറയുക നല്ലൊരു പ്രദേശത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊരു മുൻകാലം ഉണ്ടായിരുന്നു. അതായത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് വന്നതാണ്. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചൊരു സ്ഥാപനമല്ല. ഇപ്പോൾ നമ്മുടെ വാണിയമ്പാറയിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. മുൻ മെമ്പർ നേരത്തെ തൊട്ട് മുമ്പ് ഒരു ഉപഹാരം നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഷായിച്ചേട്ടൻ വന്നിട്ടുണ്ട്, ശിവേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളൊക്കെ അവിടുത്തെ ലീഡേഴ്സിനും മെമ്പേഴ്സിനെയൊക്കെയാണ് സമീപിക്കുക കല്യാണങ്ങളും മറ്റു പരിപാടികൾക്കൊക്കെ ആയിട്ട്.
അപ്പോൾ ഓപ്ഷൻ എന്നുള്ളത് ഈ ലക്ഷ്മി ഇവൻറ്റ്സ് എന്നുള്ള ഈ സ്ഥാപനം മാത്രമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിലൊക്കെ ഒരുപാട് പേരെ സഹായിക്കാനും അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ ഇതിൽ തന്നെ ഒരുപാട് പൈസയൊക്കെ എന്താ കിട്ടാത്തൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സേവന പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ സേവനം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നിലയിലെത്തിയത്. അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലും നൽകുന്ന ഈ ഒരു സ്ഥാപനം മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തു വരുന്നത്. എന്തായാലും ഇതിൻ്റെ CEO നീതി ചേച്ചി അതുപോലെ സനലേട്ടൻ കുടുംബം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഈ ഒരു പ്രസ്ഥാനം പടർന്ന് പന്തലിച്ച് വലിയ രീതിയിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാ ചാനലിൻ്റെ ഭാഗത്തു നിന്നും പാണഞ്ചേരി അപ്ഡേഷൻ അതുപോലെ വടക്കഞ്ചേരി അപ്ഡേഷൻ എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യാറുണ്ട്. സനലേട്ടന് തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ശ്രീനാരായണഗുരു ഭക്തസമാജത്തിൻ്റെ പേരിലും സനലേട്ടന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു രാഹുലേട്ടൻ. രാഹുലേട്ടന് ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഞങ്ങളിവിടെ കരുതിയിട്ടുണ്ട്. സനലേട്ടൻ്റെ സിസ്റ്ററെ ഇത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. സ്പെഷ്യൽ ഓഫർ എന്ന് പറയുമ്പോൾ അത് സ്പെഷ്യലായി കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 മാസങ്ങൾ, ഈ 2 മാസങ്ങളെ അനുബന്ധിച്ച് ഒരു കപ്പിളിന് ബുക്കിംഗ് ചെയ്യുന്ന ഒരു കപ്പിളിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഹണിമൂൺ പാക്കേജ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നല്ലൊരു നേടി കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ കപ്പിൾസ് എല്ലാവരും ലക്ഷ്മി ഇവന്റ്സിന്റെ ഭാഗമായി എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രോഗ്രാംസ് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ ഷംസീറൊക്കെ പറഞ്ഞ ആ ഒരു വാക്ക് ഇവിടെ ചൂസ് ചെയ്യാണ്. കാരണം നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡൺ ചെയ്യുന്ന ഒരിടം അത് തീർച്ചയായിട്ടും ഇവന്റ്സ് ടീം തന്നെയാണ്. നമ്മുടെ ഓരോ ഫാക്ടേഴ്സും ഇപ്പോൾ നമ്മുടെ ഇവന്റ്സ് ടീമാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അതിന് ഭാഗമാവേണ്ടതുണ്ട്. സോ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. ആൻഡ് അടുത്തതായി ഇനിയും നമ്മുടെ ഏത് ഓർഗനൈസേഷൻ എടുത്താലും ഉണ്ടാവില്ലേ ഒരു ടോപ്പർ. 10ാം ക്ലാസ് എടുത്തോട്ടെ ഒരു ടോപ്പർ ഉണ്ടാവും, +2 എടുത്തോട്ടെ ഒരു ടോപ്പർ ഉണ്ടാവും അല്ലേ. അല്ലേ എളനാട് ഒന്ന് എനിക്കൊരു റിപ്ലൈ തരുമെന്ന് ഒന്ന് ഉഷാറായി എല്ലാവരും അല്ലേ. അങ്ങനെയല്ലേ, ഒന്ന് ഉഷാറായിട്ടൊന്ന് ഓളിയിടോ, ഒരു നല്ലൊരു ഓളിയിടാമോ? ഓക്കെ, റെഡി 3, 2, 1 and go. ഇത് ശരിയാവുക. റെഡി 3, 2, 1 and go. ആരായിരിക്കും ഫെനി ഗസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ലക്ഷ്മി ഇവന്റ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് പോകുന്ന ആളുകളാണല്ലോ അല്ലെ. പ്രശാന്തന് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സമയമാണിത്. ഹലോ, എന്താണ് ഈ ഒരു വിളി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? വളരെ സന്തോഷം. ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും സന്തോഷം. ലക്ഷ്മി ഇവന്റ്സിന് എല്ലാവിധ ആശീർവാദങ്ങളും ആശംസകളും നേരുന്ന അവസരത്തിൽ അപ്പോ പ്രസന്നൻ എന്തിനോട് പോകുന്നേ? എന്താണെന്നുള്ളത് അറിയില്ല അല്ലേ. പ്രശാന്തേട്ടന്റെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് തീർച്ചയായിട്ടും ഒരു വീട് അല്ലേ. അല്ലേ, ഏതൊരു വ്യക്തിയുടെയും സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായൊരു വീടാണ്. നമ്മുടെ പ്രശാന്തേട്ടന്റെ വീടിന്റെ പണി തുടങ്ങാനായിട്ട് പോകുന്നുള്ളൂ അല്ലേ. അപ്പോ ഞങ്ങളുടെ ഒരു വലിയ ടോക്കൺ ഓഫ് ലവ് ആയിട്ട് നമ്മുടെ നിജിത മാമിനെ ചെറിയൊരു സർപ്രൈസ് പുള്ളിക്കാരി കരുതിയിട്ടുണ്ട്. സോ അത് കൈമാറാനായി സ്വാഗതം ചെയ്യാണ്. ഈ ഒരു സർപ്രൈസിനെ കുറിച്ചിട്ട് കൈമാറിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കുറിച്ച് നിജിത മാം തന്നെ പറയും. ഓക്കെ, കൈമാറാം. ഇത്രയും സ്നേഹത്തോടെ നമുക്ക് ലോജിക് ആയിട്ടുള്ള ഒരു കൈ കൊടുക്കാമോ? പ്രശാന്ത് പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ. ഷോക്കിൽ നിൽക്കുകയാണ്. അവര് 2 ആൺമക്കളാണ്. അവൻ്റെ വീടിൻ്റെ ലോണ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവൻ ഓടി നടക്കുകയാണ്. നമ്മുടെ ഇവൻ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് ഇസാഫിൽ നിന്ന് കുറച്ച് ലോൺ പൈസ കാര്യങ്ങളൊക്കെ അവൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രം കിട്ടിയതുകൊണ്ട് അവനെ പണി തുടങ്ങാനോ മുഴുമിക്കാനോ സാധിക്കില്ല എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനുള്ള ഒരു ടോക്കൺ
എൻ്റെ കയ്യിൽ നിന്ന് ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഒരു 15,000 ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ മാത്രമല്ല ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്, എൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീം വർക്കാണിത്. ഇത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടി തരും. എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു പ്രസിഡന്റ്. അറിയോ, നമുക്കൊന്നും ഇങ്ങനത്തെ മുതലാളിമാരില്ല കേട്ടോ, അല്ലേ? ശരിക്കും നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ ഓണേഴ്സ് ആണ് വേണ്ടത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയിയുടെ വാല്യൂവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒരു ഹെഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഏറ്റവും സ്നേഹം ഈ ഒരു സമയത്തിൽ നിജിത മാമിനും ഫാമിലിക്കും അറിയിക്കുകയാണ്. ആൻഡ് അടുത്തതായി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു ചെറിയൊരു സമയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മളെല്ലാവരും നറുക്കെടുപ്പ്, കൂപ്പൺ എന്നൊക്കെ നമ്മൾ ആദ്യമേ തുടക്കത്തിൽ തന്നെ കേട്ട ഒരു വാക്കുകളാണ് അല്ലേ? ഇവിടെ നറുക്കെടുപ്പിലേക്ക് കടന്നാലോ? എങ്ങനെ? റെഡിയാണല്ലേ? ഓക്കെ, ഞാൻ നിജിത മാമിനെയും ഫാമിലിയെയും ഏറ്റവും സ്നേഹത്തോടെ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ലാസ്റ്റ് വൈൻഡപ്പ് വരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണം. കാരണം ഒരുപാട് പ്രൈസസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. ആ നറുക്കെടുപ്പിൽ നമ്മൾ പേര് വിളിക്കുമ്പോൾ ആ നറുക്കെടുക്കുന്ന വ്യക്തി, നറുക്കെടുപ്പിൽ ആ ഒരു ചീട്ട് കിട്ടുന്ന വ്യക്തി ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്ന് പറയുന്നത് അത് കാരണമാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത വ്യക്തികൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നിർവാഹമില്ല. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഉള്ള വ്യക്തികൾക്കാണ് നമ്മൾ പ്രൈസ് കൊടുക്കുക. സോ നമുക്ക് നമ്മുടെ ആ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സനല്, ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്മി ഇവൻ്റ് ക്ഷണിക്കപ്പെടുമ്പോൾ ഇത്രയും വലിയുള്ള ഒരു ചടങ്ങാണെന്ന് മനസ്സിലായില്ല. കാരണം എൻ്റെ നാട്ടിൽ തന്നെ വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ തുളസി കല്യാണ മണ്ഡപത്തിൽ അവിടെ സനലിൻ്റെ നേതൃത്വത്തിലാണ് ഒട്ടനവധി ചടങ്ങുകൾക്ക് അതിമനോഹരമായ വളരെ അലങ്കാരത്തോടുകൂടി നമ്മുടെ പ്രദേശത്തുള്ള ഒട്ടനവധി ആളുകൾക്ക് ഒരു സേവനം തന്നിരുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാണ്, സുഹൃത്തുക്കളാണ്, എൻ്റെ നാട്ടുകാരാണ്. തീർച്ചയായും ഈ പരിപാടിയിലേക്ക് എത്തിയ മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടുകൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.